നിങ്ങളുടെ +2 10th മാർക്കൊക്കെ വന്ന്, അതായത് റിസൾട്ടൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുന്നതാണ്. മനസ്സുകൊണ്ട് ചിന്തിക്കാതെ തല വെച്ച് ചിന്തിക്കും. റീൽസൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കൂല. അപ്പോൾ ഞാൻ ഓൺ ബോർഡ് ഉള്ളപ്പോൾ നിരവധി വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഷിപ്പിലേക്ക് കയറാനുള്ള കോഴ്സസിന്റെ ഇന്റർവ്യൂ, ഓൺലൈൻ ടെസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ ഏതൊക്കെ കോളേജസിൽ അപ്ലൈ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് നമ്മളുടെ +2ന്റെ റിസൾട്ട് വന്നത്. CBSE വന്നു, അതുപോലെ തന്നെ സ്റ്റേറ്റിലേയും വന്നു. കുറെ പേർക്ക് PCM 60% മാർക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ കുറെ പേര് GP റേറ്റിംഗിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, PCM മാർക്ക് കുറവായതുകൊണ്ട്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ ഉള്ള GP റേറ്റിംഗ് കോളേജസ് ഇല്ലേ, ഇപ്പൊ അഡ്മിഷൻ കൊടുക്കണം. അവിടെ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഇന്ത്യയിൽ ബെസ്റ്റ് GP റേറ്റിംഗ് കോളേജസ് UC ഗോവ, TS റഹ്മാൻ, IMI നോയിഡ, ഗ്രേറ്റ് ഈസ്റ്റേൺ, 7 ഐലൻഡ്, പിന്നെ SCAയുടെ കോളേജ്. ഈ 6 ഇതല്ലാതെ നിങ്ങൾ വേറെ എവിടെ പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ജോലി കിട്ടാൻ പോണില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ കോളേജസിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി തന്നെ ഇന്റർവ്യൂ ഉണ്ട്, അതുപോലെ തന്നെ ടെസ്റ്റ് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ പഠിച്ചുകൊണ്ട് മാത്രം ജോലി കിട്ടൂല. അവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യണം. അക്കാഡമിക്സിലും അതുപോലെ തന്നെ നമ്മളുടെ പ്രാക്ടിക്കൽ നോളജ് കാര്യങ്ങൾ അടിപൊളിയായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളെ ക്യാമ്പസിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഷിപ്പിംഗ് കമ്പനീസിന്റെ ഇന്റർവ്യൂസിൽ ഇരുത്തുള്ളൂ. ആ ഇന്റർവ്യൂസ് നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ മാത്രമേ ഷിപ്പിംഗ് കമ്പനീസിൽ ജോലി കിട്ടുള്ളൂ. അപ്പൊ ഈ പറയണ പോലെ 10th ക്വാളിഫിക്കേഷൻ മാത്രം വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചാടിക്കേറി മെർച്ചന്റ് നേവിയിൽ 1 lakhന്റെ സാലറി മേടിക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് നല്ല രീതിക്ക് എഫേർട്ട് ഇടണം. വേറെ കോഴ്സസ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് പോയിക്കും. മെർച്ചന്റ് നേവി പറയണ പോലെ എളുപ്പം കാര്യങ്ങളല്ല, നല്ല രീതിക്ക് സ്ട്രഗിൾ ഉണ്ട്.